ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു വെറൈറ്റി ഈ കുറച്ച് ഇലക്കറികളൊക്കെ കൂട്ടാം. കർക്കിടക മാസമല്ലേ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മത്തയില, പിന്നെ അതുപോലെ തന്നെ മത്തപ്പൂവ്, ഇത് പയറിൻ്റെ ഇല, പിന്നെ ചൊറിയണം കാണുമ്പോൾ എല്ലാവരും ഓർക്കുമായിരിക്കും ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന്. പക്ഷേ ഒത്തിരി പേര് ചൊറിയണം കറി ഇത് വെക്കുന്നുണ്ട്, തോരനൊക്കെ. ചൊറിയണം എടുക്കുമ്പോൾ എല്ലാവരും ഓർക്കുന്ന ചൊറിയോ ഇല അങ്ങനെയൊക്കെ കുറേ ഇത് കാണും. അതായത് നമ്മൾ ചൊറിയണത്തിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ ഒരു വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മുക്കി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ചൊറിച്ചിൽ എഫക്റ്റ് അങ്ങ് മാറിക്കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുപയർ പുഴുങ്ങിയതുണ്ട്, അതും കൂടെ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, കരിയാപ്പില, ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കാര്യങ്ങളെല്ലാം ആണ്. ഇനി ബാക്കി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഇപ്പോൾ ഗായ്സ്, നമ്മൾ ഇലയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അരപ്പെല്ലാം ഒതുക്കിയിട്ടുണ്ട്. അതിനകത്തിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കരിയാപ്പിലയും താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടട്ടെ. ഇനി നമ്മൾ കുറച്ച് ഉള്ളിയും കരിയാപ്പിലയും ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരുന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അതിലേക്ക് നമ്മൾ അരപ്പ് അങ്ങോട്ട് ഇടുകയാണ്, അരപ്പ് ചേർക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളെല്ലാം ചേർക്കാം. മത്തയില, ചൊറിയണം, അതിൽ മത്തയിലയുടെ പൂവ്, പിന്നെ അതുപോലെ തന്നെ പയറില, ഇതെല്ലാം ഉണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും സെറ്റായി വരുമ്പോഴത്തേക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊന്ന് മാടി വരുമ്പോഴത്തേക്കും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകത്തില്ല. അമ്മയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ നോക്കി കാണുന്നു, വീഡിയോ എടുക്കുന്നു, നിങ്ങളെ കാണിക്കുന്നു. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് ചെറു തീയിൽ ഇത് സെറ്റാക്കി വരണം. ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി തട്ടിക്കൂട്ടി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇലക്കറി സെറ്റായിട്ടുണ്ട്. അപ്പം ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇലക്കറികളൊക്കെ കൂട്ടാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇവിടെ 1-2 ഇലക്കറികളുണ്ട്. നമുക്ക് അതായത് തിരിച്ച് കഴിക്കുമല്ലാത്ത എല്ലാ സാധനവും അമ്മ വെച്ച് തരാറുണ്ട്. എല്ലാത്തിനും നല്ല രുചിയാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.